നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പ്രിയപ്പെട്ട കർഷകരെ, നമ്മുടെ റബ്ബർ തോട്ടത്തിൽ നിന്ന് മികച്ച ഉൽപ്പാദനവും നല്ല വരുമാനവും ലഭിക്കണമെങ്കിൽ റബ്ബർ ടാപ്പിംഗ് ശരിയായ രീതിയിൽ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ടാപ്പിംഗ് ചെറിയൊരു ജോലി മാത്രമാണെന്ന് കരുതരുത്. തെറ്റായ രീതിയിൽ ടാപ്പ് ചെയ്താൽ മരത്തിന് കേടുപാടുകൾ സംഭവിക്കാനും ഭാവിയിൽ ഉൽപ്പാദനം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് റബ്ബർ ടാപ്പിംഗ് എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിശദമായി ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ മനോജ് നെടിയാക്കൽ എന്ന് പറയുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഒന്നാമത്തെ കാര്യം, ടാപ്പിംഗ് സമയമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. റബ്ബർ ടാപ്പിങ്ങിന് സാധാരണയായി രാവിലെ നേരത്തെയാണ് ചെയ്യുന്നത്. കാലാവസ്ഥയും തോട്ടത്തിലെ സാഹചര്യങ്ങളും അനുസരിച്ച് ടാപ്പിംഗ് സമയം ക്രമീകരിക്കാം. വളരെ വൈകി ടാപ്പ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. രാവിലെ മരത്തിൻ്റെ ലാറ്റക്സ് ലഭ്യത കൂടുതലായിരിക്കാവുന്നതിനാൽ ശരിയായ സമയത്ത് ടാപ്പിംഗ് നടത്തുന്നത് പ്രധാനമാണ്. എന്നാൽ മഴയുള്ള സമയത്തോ മരത്തിൻ്റെ തൊലി വളരെ നനഞ്ഞിരിക്കുന്ന സമയത്തോ ടാപ്പിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. അപ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, കത്തി മൂർച്ചയുള്ളതായിരിക്കണം. ടാപ്പിംഗ് കത്തി എപ്പോഴും നല്ല മൂർച്ചയുള്ളതായിരിക്കണം. മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിച്ചാൽ തൊലിയിൽ ശരിയായ മുറിവ് ഉണ്ടാകാതെ വരാം. അതുപോലെ തന്നെ അമിതമായ ആഴത്തിൽ മുറിച്ചാൽ മരത്തിൻ്റെ അകത്തേക്കുള്ള ഭാഗങ്ങൾ കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം തൊലി നീക്കം ചെയ്യുന്ന രീതിയിൽ പരിചയസമ്പന്നനായ ടാപ്പറുടെ നിർദ്ദേശപ്രകാരം കട്ട് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ കാര്യം, ടാപ്പിംഗ് ആഴം വളരെ പ്രധാനമാണ്. റബ്ബർ ടാപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ടാപ്പിങ്ങിൻ്റെ ആഴം. ആഴം കുറച്ചാൽ ലാറ്റക്സ് ലഭ്യത കുറയാം. എന്നാൽ അമിതമായ ആഴത്തിൽ മുറിച്ചാൽ മരത്തിന് ഗുരുതരമായ കേടുപാടുകൾ ഉണ്ടാകാം. അതിനാൽ ഓരോ മരത്തിൻ്റെയും തൊലിയുടെ അവസ്ഥ മനസ്സിലാക്കി പരിശീലനം ലഭിച്ച ടാപ്പറുടെ ശരിയായ സാങ്കേതിക വിദ്യ അനുസരിച്ച് ടാപ്പിംഗ് ചെയ്യണം. ഒറ്റ ദിവസം കൂടുതൽ ലാറ്റക്സ് കിട്ടണമെന്ന ആഗ്രഹത്താൽ മരത്തിന് കേടുവരുത്തുന്ന രീതിയിൽ ടാപ്പിംഗ് ചെയ്യരുത്. അടുത്ത നാലാം ശ്രദ്ധിക്കുന്നത്, ടാപ്പിംഗ് വൃത്തിയായിരിക്കണം. മുറിവ് വളരെ പരുക്കനായോ വൃത്തിയില്ലാതോ ടാപ്പിംഗ് ചെയ്യരുത്. ടാപ്പിംഗ് ചെയ്യുന്ന ശരിയായ ദിശയിലും ശരിയായ രീതിയിലും ആയിരിക്കണം. ഓരോ ടാപ്പിങ്ങിലും തൊലി അനാവശ്യമായി കൂടുതലായി നീക്കം ചെയ്യുന്നത് ഒഴിവാക്കണം. കാരണം റബ്ബർ മരത്തിൻ്റെ ഉൽപ്പാദന കാലം ദീർഘമാണ്. ഇന്ന് കുറച്ച് അധികം ലാറ്റക്സ് ലഭിക്കുന്നതിനായി മരത്തിൻ്റെ ഭാവിയിലെ ഉൽപ്പാദന ശേഷി നഷ്ടപ്പെടുത്തുന്നത് വലിയ നഷ്ടമായിരിക്കും. അടുത്ത അഞ്ചാമത് ശ്രദ്ധിക്കേണ്ടത്, മഴയും കാലാവസ്ഥയും നമ്മൾ ശ്രദ്ധിക്കണം. മഴ പെയ്യാൻ സാധ്യതയുള്ള സമയത്ത് ലാറ്റക്സ് ശേഖരണത്തെയും ടാപ്പിങ്ങിനെയും ബാധിക്കാം. മഴ മൂലം ശേഖരിച്ച ലാറ്റക്സ് വെള്ളമായി കലരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥ സാഹചര്യം കൂടി നോക്കിയ ശേഷം ടാപ്പിംഗ് ക്രമീകരിക്കുന്നത് കർഷകർക്ക് വളരെ പ്രയോജനകരമാണ്. അടുത്ത ആറാമത് ശ്രദ്ധിക്കേണ്ടത്, ശേഖരണ പാത്രങ്ങൾ. അതായത് നമ്മൾ പാലെടുക്കുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം. റബ്ബർ പാൽ ശേഖരിക്കുന്ന പാത്രങ്ങളും മറ്റും ഉപകരണങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം. അഴുക്കും വെള്ളവും മറ്റു മാലിന്യങ്ങളും ലാറ്റക്സിൽ കലരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഗുണനിലവാരമുള്ള റബ്ബർ ലഭിക്കണമെങ്കിൽ ടാപ്പിംഗ് മുതൽ ശേഖരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ശുചിത്വം പാലിക്കണം. അടുത്ത ഏഴാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. റബ്ബർ മരത്തിന് രോഗലക്ഷണങ്ങളോ തൊലിയിൽ അസാധാരണമായ മാറ്റങ്ങളോ മുറിവുകളോ കണ്ടാൽ ശ്രദ്ധിക്കണം. ഒരേ രീതിയിൽ എല്ലാ മരങ്ങളും ടാപ്പിംഗ് ചെയ്യാതെ മരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും തൊലിയുടെ അവസ്ഥയും കണക്കിലെടുക്കണം. സംശയമുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമീപത്തെ റബ്ബർ ബോർഡ് ഓഫീസറിനെയോ വിദഗ്ധനെയോ സമീപിച്ച് ശരിയായ നിർദ്ദേശം തേടുന്നതാണ് നല്ലത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട കർഷകരെ, റബ്ബർ ടാപ്പിങ്ങിൽ കൂടുതൽ ലാറ്റക്സ് ലഭിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം. മരത്തിൻ്റെ ദീർഘകാല ആരോഗ്യവും ഉൽപ്പാദനക്ഷമതയും സംരക്ഷിച്ചുകൊണ്ട് സ്ഥിരതയുള്ള ഉൽപ്പാദനം നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരിയായ കത്തി, ശരിയായ സാങ്കേതികവിദ്യ, ആവശ്യമുള്ള ആഴം, ശരിയായ സമയം, വൃത്തിയുള്ള ശേഖരണ രീതി ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ റബ്ബർ തോട്ടത്തിൻ്റെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റബ്ബർ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. റബ്ബർ വില, തേങ്ങാവില, കുരുമുളക് വില തുടങ്ങിയ കാർഷിക വില വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായ കാർഷിക വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.